ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് എബ്രഹാം മഞ്ഞക്കാല. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ തലൂർ പ്രദേശത്ത് പറങ്ങിമാമുകൾ എന്ന സ്ഥലത്താണ്. ഞാൻ കഴിഞ്ഞ 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്നു. ഞാൻ ഒരു പ്രവാസിയാകാനുള്ള കാരണം അത് എൻ്റെ പിതാവ് മുഖേനയാണ്. 1999 എൻ്റെ പിതാവ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ അടുത്ത് പറയുണ്ടായി, ഇവനെ കൂടെ കൊണ്ടുപോയി എങ്ങനെ രക്ഷപ്പെടുത്തുക. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എനിക്കൊരു വിസിറ്റ് വിസയിൽ എടുത്ത് അയച്ചിരിക്കുകയും ഞാൻ 1999 ഫെബ്രുവരി മാസം UAE എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ജ്യേഷ്ഠൻ്റെ ആ കമ്പനിയിൽ ഞാനൊരു ഹെൽപ്പറായി ജോലി എൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചു. അപ്പോൾ ആ കമ്പനിയുടെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ജോബ് വിസ തരാം. പക്ഷേ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തുച്ഛമായ ശമ്പളത്തിൽ, വെറും 600 ദിർഹംസ് ശമ്പളത്തിൽ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ആ കമ്പനി ഉടമ എനിക്ക് അവിടെ ഒരു ജോബ് സ്ഥിരപ്പെടുത്തി തന്നില്ല. വീണ്ടും എന്നെ വിസ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇറാനിലെ കിഷം എന്ന ഐലൻഡിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പോയി ഒരു 7-8 ദിവസം താമസിച്ചതിന് ശേഷം അടുത്ത വിസിറ്റിൽ വീണ്ടും ഞാൻ അബുദാബിയിലെത്തി. വീണ്ടും എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ പ്രതീക്ഷ ഇനിയുള്ള അടുത്ത 3 മാസത്തിനകത്ത് എനിക്ക് ജോബ് വിസ ശരിയായി കിട്ടും എന്നായിരുന്നു. 3 മാസക്കാലം വീണ്ടും ഞാൻ അവിടെ ജോലി എടുത്തുകൊണ്ടിരുന്നു. എൻ്റെ പ്രതീക്ഷ പെട്ടെന്ന് തന്നെ വിസ കിട്ടും എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനി ഉടമ പറയുന്നു, നിൻ്റെ വിസ ഇതുവരെ ശരിയായിട്ടില്ല, ഒന്നുകൂടി പോയിട്ടു ആ കിഷത്തിലേക്ക്. ഞാൻ വീണ്ടും ആ 3 മാസം പിന്നിട്ടിട്ട് ഞാൻ ഇറാനിലെ കിഷം ഐലൻഡിൽ വീണ്ടും പോവുകയും അടുത്ത വിസിറ്റിൽ വീണ്ടും UAE എത്തപ്പെടുകയും ചെയ്തു. ഏകദേശം 6.5 മാസം കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്ക്. എന്തായാലും ശരി, ഇനി ഒരു 3 മാസത്തോടെ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കമ്പനിയിൽ എൻ്റെ ജോലി തുടർന്നു. അതോടൊപ്പം തന്നെ ഞാൻ മറ്റ് കമ്പനികളിലും ജോലി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 3 മാസക്കാലത്തും എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാട്ടിൽ കയറി പോവുകയാണ്. അങ്ങനെ ഏകദേശം ഡിസംബർ മാസത്തോളം ആയപ്പോൾ ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുന്നതിന് ശേഷം ഇവിടെ വന്ന് ദൈവത്തോട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ തന്നെ എൻ്റെ ബന്ധു എനിക്കൊരു വിസ എടുത്ത് അയച്ച് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതിയായി സന്തോഷിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോ ദൈവമേ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടത്തില്ലായിരുന്നല്ലോ. ഞാൻ അതിയായി സന്തോഷിക്കുകയും ആ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വീണ്ടും UAE എത്തപ്പെട്ടത്. അങ്ങനെ ആ ജോബ് വിസയിൽ ഞാൻ ഷാർജയിൽ എത്തപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ആ ജോബ് വിസ എന്ന് പറയുന്നത് ഒരു ഫ്രീ വിസയാണ്. നമുക്ക് എവിടെയും പോയി ജോലി ചെയ്യാം, പൈസ കൊടുത്തെടുക്കുന്ന ഒരു വിസ. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അവരൊരു പെർമിഷൻ തരും, അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ പോയി ജോലി ചെയ്യാം. ജോലി ചെയ്തതിന് ശേഷം ആ കമ്പനി നമ്മളെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ മറ്റേ പഴയ കമ്പനി നമുക്ക് റിലീസ് തരും. അപ്പോഴോട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് വിസ മാറ്റാം. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഉടമ്പടി. അങ്ങനെ ഞാൻ 6 മാസക്കാലം ഷാർജയിലുള്ള സനാദി ഫൗണ്ടൻസ് എന്ന കമ്പനിയിൽ ഡ്രാഫ്റ്റ്സ്മാനായി ഒരു ടെമ്പററി വേക്കൻസിയിൽ അവിടെ ജോലി ചെയ്യുകയുണ്ടായി. 6 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ലീവ് വേക്കൻറ്റിലാണ് ഞാൻ ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ജോലി മതിയാക്കി വീണ്ടും അടുത്ത ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിൽ തന്നെ വീണ്ടും വന്ന് അഭയം പ്രാപിച്ചു. അവൻ്റെ കൂടെ കുറച്ച് നാൾ കൂടെ നിന്നു, അവിടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ നാട്ടുകാരനായ ഒരു വ്യക്തി ആ കടയിൽ എത്തപ്പെടുകയും ഞാൻ അച്ചായനോട്, ചായ എനിക്കൊരു ജോലി ഒന്നും തന്നെ ആയിട്ടില്ല, എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അച്ചായൻ എൻ്റെ ഇന്ന് എൻ്റെ CV ഒക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം കൂടുന്ന TPM പെന്തക്കോസ്ത് സഭയിലെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടു. ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അവിടെയാണ് ദൈവം ശക്തമായി പ്രവർത്തിച്ചത്. ഞാൻ ജോൺസൻ്റെ കയ്യിൽ എൻ്റെ CV കിട്ടിയതിന് ശേഷം ജോൺസൺ എന്നെ ബന്ധപ്പെടുകയും ജോൺസൺ തന്നെ ഒരു കമ്പനിയിൽ എനിക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നു എന്ന പോലെ തന്നെ ഒരു കമ്പനിയിൽ, ആ പുതുതായി തുടങ്ങിയൊരു കമ്പനിയിൽ 4ാമത്തെ സ്റ്റാഫായി ഞാൻ അവിടെ പ്രവേശിക്കുകയാണ് ഉണ്ടായത്. ഈ എബേസച്ചാൻ മുഖേന ജോൺസനെ അറിയിക്കുകയും ജോൺസന് പോലും അറിയത്തില്ല ഞാൻ UAE എത്തപ്പെട്ട വിവരം. പക്ഷേ എൻ്റെ CV, എൻ്റെ ഫോട്ടോയൊക്കെ കണ്ടപ്പോഴാണ് ജോൺസൺ
ജോൺസൻ്റെ സഹപാഠിയാണല്ലോ, എത്രയും പെട്ടെന്ന് ജോലി ശരിയാക്കണമല്ലോ എന്ന് പറഞ്ഞ് ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും എനിക്ക് ആ ജോലി ഒരു മൊസൈക്ക് ജനറൽ കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ കം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഒരു ജോലിയായിട്ട് മുന്നോട്ട് പോയി. ഏകദേശം മാന്യമായ ശമ്പളം എൻ്റെ ഓണർ തന്നു. അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ക്രമേണ ഈ കമ്പനി ഏകദേശം 200 സ്റ്റാഫും അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റിയും എല്ലാമായി നല്ലവണ്ണം വളർന്നു. 2007 കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും നല്ല ഒരു കമ്പനിയായി ഞങ്ങളുടെ കമ്പനി വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ അബുദാബിയിൽ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയ്ക്ക് പോയിരുന്നൊരു ശീലമുണ്ടായിരുന്നു. ഞാൻ കൂടി നടക്കുന്ന മലങ്കര കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും പള്ളികളുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചത് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് അവിടെ പള്ളികളൊന്നുമില്ല. നമ്മുടെ ആരാധനക്രമം അനുസരിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികളുണ്ട്. ഞാൻ അങ്ങനെ അവിടെ ടാക്സി കയറി ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ പോയി അവിടുന്ന് സ്ഥിരമായി വിശുദ്ധ കുർബാന കാണുകയും അവിടെയുള്ള ഞങ്ങളുടെ നാട്ടുകാരുമായിട്ടൊക്കെ പരിചയപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അബുദാബിയിലെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ് അവരെ പോയി കാണുകയും ഏകദേശം 17 പേരടങ്ങുന്ന ഒരു സംഘം ഒരു വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് അവിടെ പ്രാർത്ഥന നടത്തുന്നതായി ഞാൻ കണ്ടു. ഞാൻ അവരോടൊപ്പം കൂടുകയും തുടർന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള പ്രാർത്ഥനകൾ വീടുകളിലും ഒക്കെ ഞാൻ അവരോടൊപ്പം കൂടുകയും സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്രമേണ ഈ 17 എന്നുള്ളത് 20, 30, 40 പേരോളമേയായി. അപ്പോഴത്തേക്കും നമ്മുടെ സഭാ കൂട്ടായ്മയിൽ ഒരു വിശുദ്ധ കുർബാനയുടെ അവസരം വേണമെന്ന് ശക്തിയായി നമ്മുടെ അംഗങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ ഹൈരാർക്കി അറിയിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങളുടെ ഹൈരാർക്കി ചെയ്തു തരികയും ചെയ്തു. ഏകദേശം 2003 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി മസ്കറ്റിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ ഒരു അച്ഛൻ വരികയുണ്ടായി. ആ അച്ഛൻ വന്ന് ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ എന്ന തവണ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും എനിക്ക് ആ കുർബാനയിൽ സംബന്ധിക്കുവാനും സാധിച്ചു. ആദ്യകാല പ്രവർത്തനം എന്ന നിലയിൽ അവരോടൊപ്പം കൂടുതൽ നിന്ന് സഹകരിക്കുവാനും മറ്റ് അംഗങ്ങളെ കൂടി ഞങ്ങളുടെ സഭയിൽ എത്തിക്കുവാൻ വേണ്ടി നല്ലവണ്ണം പ്രവർത്തിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഈ അബുദാബി പ്രദേശത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, അതായത് ലേബർ ക്യാമ്പ് എന്ന് പറയും, ഈ ലേബർ ക്യാമ്പ് ഏരിയയിൽ ഞാനും അന്ന് ട്രിവാൻഡ്രത്തുള്ള ഒരു ജോസ് ചാനും കൂടി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ദൈവമക്കളെ ഈ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനും 17 പേരിൽ ഞാൻ കണ്ടപ്പോൾ 17 പേരുണ്ടായിരുന്ന ആ പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് ഏകദേശം 800-900 പേരോളം വളർന്ന് 2 പള്ളികളിലായി വികസിച്ച് നിൽക്കുന്നു. അതിൽ ദൈവം എത്രമാത്രം ഞങ്ങളെ പ്രവർത്തിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ എടുത്തുപയോഗിച്ചു എന്നതിൻ്റെ തെളിവ് മാത്രമാണ്. വെറും 17 പേരടങ്ങുന്ന ഞാൻ കണ്ട പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്ന് 800-900 പേരോളം അടങ്ങി 2 പള്ളികളിലായി വികസിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യമായി എനിക്ക് ജോലി തന്നത് ദൈവം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് പെർമനൻ്റായി ഒരു ജോലി തന്നത് ഒരു ലെബനീസ് കമ്പനിയാണ്. ആ ലെബനീസ് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ മാനേജരെല്ലാം ക്രിസ്ത്യൻസാണ്. അദ്ദേഹം നോക്കിയിരുന്നത് തൻ്റെ കമ്പനിയിൽ ക്രിസ്ത്യൻ സ്റ്റാഫിനെയാണ് കൂടുതൽ. പക്ഷേ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു വേർതിരിവ് പാടില്ല. എങ്കിലും ഞങ്ങളുടെ മാനേജർ കൂടുതലെടുത്തിരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നാലും സിറിയ, ഈജിപ്റ്റ്, ഇറാഖ്, ഇവിടെ നിന്നുള്ള എല്ലാം കൂടുതൽ ക്രിസ്ത്യൻസ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 4ാമത്തെ സ്റ്റാഫായി ഞാൻ തുടങ്ങി. ആ കമ്പനി ഏകദേശം 200-210 പേരോളം വളർന്നു. അതിൽ 85% ക്രിസ്ത്യൻസ് ആയിരുന്നു എന്നാണ് ആ കമ്പനിയുടെ പ്രത്യേകത. നിർഭാഗ്യമെന്ന് പറയട്ടെ, 2008 ആഗോളതലത്തിലുണ്ടായ മാന്ദ്യത്തിൽ ഞങ്ങളുടെ കമ്പനിയും പെടുകയുണ്ടായി. അങ്ങനെ 2010-11 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കമ്പനിയുടെ ഫണ്ടെല്ലാം തകർന്ന് 0 ലെവലിലെത്തി. ഞങ്ങൾ ഒരുപാട് ചെക്കുകൾ വെളിയിൽ കൊടുത്തേക്കുന്നു. ഞങ്ങളുടെ കമ്പനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ എൻ്റെ മാനേജർ 2010-11 കാലഘട്ടങ്ങളിൽ ലെബനോനിലേക്ക് പോവുകയും അദ്ദേഹം കൊടുത്തിരുന്ന ചെക്കുകൾ ഒരുപാട് ബാങ്കിൽ നിന്ന് മടങ്ങിപ്പോവുകയും തുടർന്ന് ഭയത്താൽ ആ മാനേജർ തിരിച്ചു വരികയും ചെയ്തില്ല. അത് കമ്പനിയെ ഒരുപാട് അവതാളത്തിലാക്കി. ജോലിക്കാർക്ക് ശമ്പളം, അക്കോമഡേഷൻ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇൻറ്റേർണലുണ്ടായി. അങ്ങനെ ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങി.
അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ സ്പോൺസർ ഓരോ ആൾക്കാരെയും സെറ്റിൽമെൻറ്റ് കണക്കാക്കി ഒരു സെറ്റിൽമെൻറ്റ് വെച്ചിട്ട് കുറച്ച് പൈസ കൊടുത്ത് ഇവരെ നാട്ടിലേക്ക് അയക്കുവാണ് ഉണ്ടായത്. ഞാൻ ആദ്യത്തെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളുടെ ലോക്കൽ സ്പോൺസർ എന്നെ അവിടെ നിലനിർത്തുകയുണ്ടായി. ഞാൻ ഏകദേശം 2012 വരെ ആ കമ്പനിയിൽ തുടർന്നു. 2012 ആയപ്പോൾ ആ കമ്പനിയിൽ ഒരു 4-5 പേര് അല്ലെങ്കിൽ 10 പേരിൽ താഴെയായി. ഞാൻ എന്നാൽ വിചാരിച്ചു ഇനി ഈ കമ്പനിയിൽ നിന്നാൽ എനിക്കൊരു ഭാവി ഉണ്ടാകത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരു സബ് കോൺട്രാക്ടർ ഖത്തറിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്യുകയും എന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ 2016 ഞാൻ അബുദാബിയിൽ നിന്നും ഖത്തറിലേക്ക് പോവുകയും ചെയ്തു. അവിടെ നല്ല പ്രോജക്റ്റ് കിട്ടി. ഇങ്ങനെ ജോലി ചെയ്ത് വരവേ അവരും വേറൊരു കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പ് ചേരുകയും അതിൽ ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജോലി അവിടെയും പ്രശ്നമായി. ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് 2013 ലാസ്റ്റോടുകൂടി നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ ഇരിക്കെ ഞാൻ വീണ്ടും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും, ഖത്തറിലെ ജോലിയും പോയല്ലോ ദൈവമേ, ഇനി എന്താണ് എനിക്ക് മാർഗം. ഞാൻ വീണ്ടും അബുദാബിയിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് അബുദാബിയിൽ പോവുകയും അവിടെ വേറൊരു കമ്പനിയിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഉണ്ടായി. 3 വർഷക്കാലം അവിടെ ഞാൻ ജോലി ചെയ്തു. ഏകദേശം 2016 ആകുമ്പോഴത്തേക്ക് ഞാൻ ആ ജോലി വിടുകയും സ്വന്തമായി ഒരു സ്ഥാപനം അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്വന്തമായ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സഭയിലെ സജീവ പ്രവർത്തകനുമായിരുന്നു. അങ്ങനെ ഞാൻ ലീഡർഷിപ്പിലൊക്കെ വരികയും ഒരുപാട് നാൾ കമ്മിറ്റി അംഗമാവുകയും സെക്രട്ടറി, ട്രഷറർ തുടങ്ങിയ എല്ലാ മേഖലകളിലും അവരെന്നെ തിരഞ്ഞെടുക്കുകയും ഞാൻ അവരോടൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുകയും ഉണ്ടായി. 2016 തുടങ്ങിയ എൻ്റെ പ്രസ്ഥാനം ഒരു ലെവലായി വരുന്നതിന് ഏകദേശം 3 വർഷക്കാലമെടുത്തു. 2018 കൂടിയാണ് അതൊരു ട്രാക്കിലെത്തുന്നത്. അതൊരു വലിയ പ്രസ്ഥാനമായിരുന്നു. ഞങ്ങൾ 3 പേര് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് എന്ന സ്ഥാപനമായിരുന്നു. ഈ പ്രസ്ഥാനം ഏകദേശം 2000-2500 പേർക്ക് ഫുഡ് ഇറക്കാൻ പറ്റുന്ന കിച്ചണുള്ള വലിയൊരു പ്രസ്ഥാനമായിരുന്നു. നല്ല സ്റ്റാഫും നല്ല സ്ട്രെങ്തും ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. പക്ഷേ 2019 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു പാർട്ട്ണർ ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങളൊക്കെ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും അദ്ദേഹം തിരികെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഞങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനാൽ നമ്മൾക്കത് മാനേജ് ചെയ്ത് ആ പൈസ ഞങ്ങൾ ഈ പാർട്ട്ണറിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കുകയും 2 പേരായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയും ചെയ്തു. പാർട്ട്ണർഷിപ്പിൽ നല്ല രീതിയിൽ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളും കിട്ടി. ഞങ്ങളുടെ പ്രസ്ഥാനം അബുദാബി പ്രദേശത്ത് നല്ലൊരു പേരെടുത്ത് വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കോവിഡ് എന്ന മഹാമാരി നമ്മളെ കയറി പിടിച്ചു കുലുക്കിയത്. 2019 അവസാനത്തോടുകൂടി നമ്മുടെ ഈ പ്രസ്ഥാനം കോവിഡിൻ്റെ പിടിയിലകപ്പെട്ടു. 2020 ജനുവരി 15 കഴിഞ്ഞതിന് ശേഷം അവിടെ ഡിക്ലെയർ ചെയ്തു ഹോട്ടലുകളിൽ ആൾ കൂടുതൽ നിൽക്കാൻ പാടില്ല, പള്ളികളിൽ കൂടുതൽ ആൾക്കാർ നിൽക്കാൻ പാടില്ല എന്നുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ ഭയന്നു. ആൾക്കാർ ഹോട്ടലിൽ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് നടക്കത്തില്ല, വീടുകളിൽ പ്രാർത്ഥന നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഫുഡ് പോകത്തില്ല. ആകെപ്പാടെ ഞങ്ങൾക്കെല്ലാം അങ്കലാപ്പായി. ഞങ്ങൾ വിചാരിച്ചു 1 മാസം 2 മാസം കൊണ്ട് ഇതൊക്കെ അവസാനിക്കും, നമുക്ക് സർവൈവ് ചെയ്ത് പോകാമെന്ന്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആകെ പ്രശ്നത്തിലായി. ഞങ്ങളാകെ തകർന്നു. ഞങ്ങൾ 2 പേരും തകർന്നു. ഞങ്ങൾ തമ്മിൽ പിണങ്ങേണ്ട സ്ഥിതി വരെ എത്തി. കാരണം അത് ഞങ്ങളുടെ ബിസിനസ് തകർച്ചയും അത് കോവിഡ് മൂലമുണ്ടായ ബിസിനസ് തകർച്ചയുമായിരുന്നു. 2020 കാലഘട്ടങ്ങളിലെ ഈ കോവിഡിൻ്റെ പീക്ക് ടൈമിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ 2020 ഏപ്രിൽ മാസം കുണ്ട്രയിൽ നിന്നുള്ള ഒരു അമ്മച്ചി തൻ്റെ ഏക മകളെ കാണാൻ വേണ്ടി അബുദാബിയിലെത്തുകയും അവിടെ ആ കോവിഡിൻ്റെ സമയത്ത് അവർക്ക് കോവിഡ് പിടിപെടുകയും അവർ മരണപ്പെടുകയും ചെയ്യുകയാണ്. ആ അമ്മച്ചിയുടെ ബന്ധുക്കൾ ധാരാളമായി അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു മനുഷ്യൻ പോലും ഹോസ്പിറ്റലിൽ പോയി അറ്റൻഡ് ചെയ്യാനോ തൻ്റെ മകളെയും ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും ഒന്ന് ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ല. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, കോവിഡ് എനിക്കും വരും. പക്ഷേ ഇതറിഞ്ഞ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഡീറ്റെയിൽ കളക്ട് ചെയ്യുകയും അതനുസരിച്ച് ആ അമ്മച്ചി ഒരു ഓർത്തഡോക്സ്കാരിയാണ്. ഞങ്ങൾ അബുദാബിയിൽ ഓർത്തഡോക്സ് പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ അമ്മച്ചിക്ക് അവിടെ ശുശ്രൂഷ കൊടുക്കണം, അന്ത്യശുശ്രൂഷ കൊടുക്കണമെന്ന് അവിടുത്തെ അച്ഛനെയും കമ്മിറ്റിക്കാരെയും അറിയിച്ചു. അങ്ങനെ അച്ഛനും കമ്മിറ്റിക്കാരും ഈ അമ്മച്ചിയുടെ മകളുടെ ഹസ്ബൻഡ് മരുമകനും കൂടി ഞങ്ങൾ മോർച്ചറിയിൽ ചെന്ന് ഈ ബോഡി എടുത്ത് സഭാപരമായുള്ള എല്ലാ ശുശ്രൂഷകളും കൊടുത്ത് അവിടുത്തെ സെമിത്തേരിയിൽ അടക്കുകയുണ്ടായി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. സ്വന്തം ബന്ധുക്കാർ പോലും തഴഞ്ഞിട്ടും ദൈവം തമ്പുരാൻ നമ്മളെ ഒരു ഉപകരണമാക്കി ആ ഒരു പ്രവൃത്തി ചെയ്തു കൊടുക്കുവാൻ സാധിച്ചു.
ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കടയിലെ ഒരു സ്റ്റാഫ് ഒരു ദിവസം ഉറങ്ങാൻ കിടന്നതാണ്. 3 മണിയായപ്പോൾ നമ്മുടെ മറ്റ് സ്റ്റാഫുകൾ നമ്മളെ വിളിക്കുന്നു, സാർ പ്രസാദ് മരിച്ചുപോയി. അന്നത്തെ ഒരു സാഹചര്യത്തിൽ 6 മണി കഴിഞ്ഞാൽ അവിടെ ഹർത്താലാണ്. 6 മണിക്ക് ശേഷം നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങളാകെ വിഷമിച്ചു. ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളി. അവർ പോലീസിനെ വിളിച്ചു. അവർ വന്നു, ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങൾ അതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പിന്നെ അവിടുത്തെ ഫസ്റ്റ് പ്രൊസീജിയർ ഇത് കോവിഡ് വന്ന് മരിച്ചതാണോ എന്ന് തെളിയിക്കുകയാണ്. ദൈവം അവിടെയാണ് പ്രവർത്തിച്ചത്. ഞങ്ങളുടെ പേടി കോവിഡ് എന്ന് മരിച്ചാൽ ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റാഫിൻ്റെ മക്കളെയോ ഭാര്യയോ ഒന്നും അവർക്ക് കാണാനും പറ്റത്തില്ല. ഞങ്ങളാകെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് റിസൾട്ട് വന്നു, കോവിഡ് നെഗറ്റീവ്. ഞങ്ങൾ വളരെ സന്തോഷപ്പെട്ടു. ആൾ മരിച്ചു എങ്കിലും ഈ ബോഡി നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഈ ബോഡി നാട്ടിലെത്തിച്ചു. ആ വീട്ടുകാർക്ക് വേണ്ട കോമ്പൻസേഷനും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഈ കോവിഡ് കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങും പോയിരുന്ന് പ്രാർത്ഥിക്കുവാനോ പള്ളിയിൽ പോകുവാനോ പള്ളിയിൽ 2 മീറ്റർ 3 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രം ഇരിക്കുവാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുള്ളൂ. 500 പേര് കൂടുതൽ ഇരിക്കാവുന്ന പള്ളിയിൽ വെറും 100ഉം 120ഉം പേർക്ക് മാത്രമാണ് നമ്മൾക്ക് അവസരം ലഭിച്ചിരുന്നത്. അതും ആ പള്ളിയുടെ സൈറ്റ് ഓപ്പണാക്കി നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രം. അത് ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതായിരുന്നു അത് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിരുന്നാലും ഞങ്ങളുടെ സഭയിലും മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ ഓൺലൈനിൽ കൂടെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കോവിഡ് സമയത്താണ് പ്രാർത്ഥനയുടെ വില എന്താണെന്ന് ഞാനുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് പരസ്പരം കാണുവാനോ പരസ്പരം നമ്മുടെ വീട്ടുവിശേഷങ്ങളോ ഒന്നും സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഈ ഓൺലൈനിൽ കൂടെ മാത്രം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദിവസങ്ങൾ ഇങ്ങനെ നീക്കി. കോവിഡിനൊരു ശമനമായി 2021 ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റുകളൊക്കെ ഓപ്പറേഷൻ തുടങ്ങി. കോവിഡിൻ്റെ ആ ഒരു ലെവല് മാറാൻ തുടങ്ങി. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, കോവിഡിൻ്റെ പീക്ക് ടൈമിൽ വന്ദേ ഭാരത് എന്നൊരു നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ് സർവീസ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ഫ്ലൈറ്റ് സർവീസിൽ വന്ദേ ഭാരതിൽ കൂടെ ഒരുപാട് മക്കളെ കഷ്ടപ്പെട്ട അവിടെ നാട്ടിലെത്താൻ അലയുന്ന ഒരുപാട് മക്കളെ വിവിധ സംഘടനകൾ മുഖേന എനിക്ക് നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമൊന്നുമാണ്. വന്ദേ ഭാരത് മുഖേന ഒരുപാട് മക്കളെ കേരളത്തിലെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കഴിവല്ല, ഞാൻ വിവിധ സംഘടനകളുമായുള്ള ആ ബന്ധം നിലനിർത്തി ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഈ മക്കളെയെല്ലാം നാട്ടിലെത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. ചെറുപ്പകാലം മുതൽ തന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു എൻ്റെ പള്ളിയിൽ സ്ഥിരമായി മദ്ബഹയിലും മറ്റ് ശുശ്രൂഷകളിലൊക്കെ സംബന്ധിച്ച് ഞാൻ പ്രവാസ ജീവിതം ആരംഭിച്ചപ്പോൾ ഇതിനൊക്കെ ഒരു തടസ്സമായി മാറി. അങ്ങനെ ഞാൻ പള്ളികൾ തേടി ഞങ്ങൾക്ക് ശുശ്രൂഷ കിട്ടുന്നത് എവിടെയാണ് എന്നൊക്കെ തിരക്കി ഒരുപാട് നടക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ചുണ്ട്, അവിടെ പോകാമെന്ന്. അവിടെ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവം അതിൽ കൂടെ എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ 2021 ഏകദേശം മിഡ് ആയപ്പോഴത്തേക്ക് എനിക്ക് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല, ജോലിയില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ ആകെ സാമ്പത്തിക പ്രശ്നമായി. ഭാര്യയുടെ ഒറ്റ ജോലി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ചുരുക്കം പറഞ്ഞാൽ ഭാര്യയുടെ ജോലി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ലായിരുന്നു. സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് തകർന്നെങ്കിലും ദൈവം തമ്പുരാൻ ഞങ്ങളെ സംരക്ഷിച്ച് നിർത്തി. 2021 അവസാനം ആകുമ്പോഴത്തേക്ക് ഭാര്യയ്ക്കും ജോലി നഷ്ടപ്പെട്ടു, ഒരു നിവൃത്തിയുമില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പ്രവർത്തനം ഉണ്ടാകുന്നത്. എൻ്റെ ഭാര്യ 2012 കാനഡയ്ക്ക് പോകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു. എൻ്റെ സാമ്പത്തികമായി ഒരുപാട് തകർന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഇമെയിൽ വരുന്നു. നിങ്ങളുടെ PR വർക്ക് ഏകദേശം ഫിനിഷായി കിടക്കുകയാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ വരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2021 അവസാനമായതോടുകൂടി ഞങ്ങൾക്ക്
4 പേർക്കും കാനഡ ഗവൺമെൻറ്റിൻ്റെ PR ലഭിക്കുകയുണ്ടായി. അത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞങ്ങൾ സാമ്പത്തികമായി തകർന്നു. ഇനി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, നാട്ടിൽ കൊണ്ടുവരണമോ അതോ എന്ത് ചെയ്യും എന്ന് ആകെപ്പാടെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കാനഡ PR കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനി കാനഡയ്ക്ക് പോയേക്കാം. ബാക്കി പ്രോസസ്സ് എല്ലാം ക്ലിയർ ചെയ്തു. ഞങ്ങൾക്ക് വിസ അടിച്ച് കിട്ടി. 2022 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കാനഡയിൽ ചെന്നു. കാനഡയിൽ പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. PR കിട്ടി, എല്ലാം ശരിയായി. പക്ഷേ നമ്മൾക്ക് കാനഡ പുതിയൊരു രാജ്യമാണ്. എവിടെ ചെല്ലണം, എങ്ങനെ ചെല്ലണം, യാതൊരു അറിവുമില്ല. ഞങ്ങളിങ്ങനെ ഒരു കാനഡയിൽ മുൻപ് പോയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ കിട്ടിയ ഒരു നമ്പരും പ്രകാരം ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫോണും എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷൻ ഒപ്പിക്കണം, മറ്റ് ചിലവുകളൊക്കെ ഉണ്ടല്ലോ എന്നോർത്തായിരിക്കാം. എന്തുവായാലും ശരി, ഞങ്ങൾ ആകപ്പാടെ വിഷമിച്ച് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ദൈവം വേറൊരു വഴി തുറന്നു വരുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഖത്തറിൽ വെച്ച് 6 മാസക്കാലം കൊണ്ട് പരിചയപ്പെട്ട എൻ്റെ സുഹൃത്ത് കാനഡയിലുണ്ടായി. ഞാൻ ചുമ്മാതെ ആ സുഹൃത്തിന് ഇതുപോലെ ഒരു മെയിൽ അയച്ചു. അദ്ദേഹം ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്തു, നിങ്ങൾ ധൈര്യമായി പോരെ, ഞാനുണ്ട് കൂടെ. ദൈവം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. കാനഡയിൽ എത്തിപ്പറ്റി. ഞങ്ങൾക്ക് ആ പുള്ളിയുടെ വീട്ടിൽ 2 ആഴ്ചക്കാലം താമസിക്കുവാനുള്ള അവസരം ഒരുക്കി തരുന്നു. അദ്ദേഹം തന്നെ ഞങ്ങൾക്കൊരു വീടും ശരിയാക്കി തന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടർന്ന് ഞങ്ങൾക്കൊക്കെ അവിടെ ജോലി ശരിയായി. ഇപ്പോൾ ഞങ്ങളുടെ പ്രവാസ ജീവിതം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സഭാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് സഭയോട് ചേർന്ന് തന്നെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഞാൻ സാമ്പത്തികമായി തറന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ദൈവം എനിക്ക് താങ്ങും തണലുമായി നിന്ന് എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ എൻ്റെ ദൈവത്തോട് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം.